അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് നമ്മൾ ഇന്നിവിടെ പഠന വിധേയമാക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ 2556 ഹദീസായി കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹീഹിൽ 4308 ഹദീസായി കൊണ്ടുവന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടു. ഹദീസിൽ കാണാം വഹുവ ഗായിബുൻ അൻഹാ. സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹു സ്ഥലത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, മാതാവ് മരണപ്പെട്ടു പോയി. ഫഖാല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉമ്മി തുവഫിയത് വഅന ഗായിബുൻ അൻഹാ. സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി റസൂലേ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അയൻഫഉഹാ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹാ. എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ, എൻ്റെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്താൽ ഉമ്മാക്കത് കിട്ടുമോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിതങ്ങൾ എന്താ പറഞ്ഞത്? ഖാല നഅം. നബിതങ്ങൾ പറഞ്ഞു, കിട്ടും. ഉമ്മാക്ക് വേണ്ടി നീ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും, ഉമ്മാക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഖാല ഫഇന്നി ഉശ്ഹിദുക അന്ന ഹായിത്തുൽ മിഖ്റാഫ സദഖത്തുൻ അലൈഹാ. അപ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു അപ്പോൾ തന്നെ പറഞ്ഞു, എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ സാക്ഷി, മുത്തുനബിയെ താങ്കളെ ഞാൻ സാക്ഷി നിർത്തി പറയുന്നു, എൻ്റെ മിഹ്റാഫ് എന്ന് പറയുന്ന തോട്ടം, ഈന്തപ്പന തോട്ടം, അത് ഞാൻ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഉമ്മാക്ക് വേണ്ടി ഞാനത്, ഉമ്മാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്ന് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് മുത്തുനബി തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്, നബിയെ അങ്ങ് സാക്ഷിയാണ്, ഫഇന്നി ഉശ്ഹിദുക, ഞാൻ താങ്കളെ സാക്ഷിയാക്കി പറയുന്നു, എൻ്റെ തോട്ടം ഞാനത് എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഉമ്മയുടെ പരലോക ജീവിതത്തിന് വേണ്ടി, അത് സന്തോഷമാകാൻ വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്യി കൊടുത്തു. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. മനസ്സിലായില്ലേ? അപ്പം മരണപ്പെട്ടവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാം, അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, അവർക്ക് വേണ്ടി നല്ല നല്ല അമലുകൾ ചെയ്യാം, അതൊക്കെ അവർക്ക് ഉപകാരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹദീസ് ലോകത്തെ കുലപതിയായ രണ്ടാം ഷാഫിഈ എന്ന് ലോകം പ്രശംസിച്ച, ലോകം അംഗീകരിച്ച ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിം, ഈ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ സ്വഹീഹ് മുസ്ലിമിലുള്ളത്. ഈ സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ കിതാബാണ് ശറഹ് മുസ്ലിം, മുസ്ലിമിന്റെ ശറഹ്, സ്വഹീഹുൽ മുസ്ലിം, ആ മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥം. അതിൽ പറയുന്നു, ഈ ഹദീസ് എടുത്തു വെച്ചിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, വഫീ ഹാദൽ ഹദീസി അന്ന സ്വദഖത അനിൽ മയ്യിതി തൻഫഉൽ മയ്യിത. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് സ്വതക്ക ചെയ്യാം, മാത്രമല്ല വയസ്ലുഹു സവാബുഹാ വഹുവ കദാലിക ബിജ്മാഇൽ ഉലമാ. മയ്യിത്തിന്റെ പേരിൽ ചെയ്യുന്ന സ്വതക്ക, മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്ക, അത് മയ്യിത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല വഹുവ കദാലിക ബിജ്മാഇൽ ഉലമാ
പണ്ഡിത ലോകം, പണ്ഡിത മതത്തിന്റെ അഭിപ്രായമാണത്, പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായമാണ്. മഹാന്മാരായ ഇമാമുമാരൊക്കെ ഏകഖണ്ഡമായി ഏകസ്വരത്തിൽ അംഗീകരിച്ച കാര്യമാണ്. എന്ത്? അന്ന സ്വദഖത അനിൽ മയ്യിത് തൻഫഉൽ മയ്യിത വയസ്ലു സവാബുഹാ, വയസ്ലുഹു സവാബുഹാ. മയ്യിത്തിന് വേണ്ടി സ്വദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം സവാബെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ആയിട്ടുള്ള ഏകഖണ്ഡമായിട്ടുള്ള തീരുമാനമാണ് എന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ്, നമ്മളിപ്പോൾ പറഞ്ഞ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവം പറഞ്ഞ ഈ ഹദീസ് ദലീലായി തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിത ലോകം സമർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം, അവർക്കത് കിട്ടും. മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലേ? മരിച്ചുപോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി, അല്ലെങ്കിൽ കാരണവന്മാർക്കൊക്കെ വേണ്ടി നമ്മൾ 3-നും 7-നും 11-നും 40-നൊക്കെ ഭക്ഷണം കൊടുക്കും. അവരുടെ ആണ്ടെത്തുമ്പോൾ അവർക്ക് വേണ്ടി മൗലിദ്, ഖുർആൻ ഹിഫ്ള് പഠിക്കൽ മാത്രമല്ല, ഹദീസിന്റെ കാര്യത്തിൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് 3 ലക്ഷം ഹദീസുകൾ കൃത്യമായി സനദ് ഉൾപ്പെടെ അതിന്റെ ജുർഹും തഅദീലൊക്കെ പഠിച്ച് അതിന്റെ റാവിമാരുടെ ഹിസ്റ്ററിയൊക്കെ പഠിച്ച് ഒരു ഹദീസ് കാണുമ്പോൾ തന്നെ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ തന്നെ ആ ഹദീസ് സഹീഹാണോ ദഈഫാണോ അല്ലെങ്കിൽ ഹസനാണോ അല്ലെങ്കിൽ അങ്ങനെ ഹദീസിന്റെ ഇസ്തിലാഹാത്തുകൾ നല്ലവണ്ണം അറിയുന്ന വലിയ പണ്ഡിതന്മാർക്കാണ്, വലിയ മഹാന്മാർക്കാണ് ഹാഫിളീങ്ങൾ എന്ന് പറയുന്നത്. ഹാഫിളീങ്ങളിൽ പ്രധാനിയാണ്, നമ്പർ 1 ആണ് അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഫി ഹദീസിൽ ബാബ് മിനൽ ഫവായിദ് ജവാസു സ്വദഖത്തി അനിൽ മയ്യിതി വഅന്ന ദാലിക യൻഫഉഹു ബിവുസൂലി സവാബി സ്വദഖ ഇലൈഹി വലാ സിയമ ഇൻ കാന മിനൽ വലദി വഹുവ മുഖസ്സിസുൻ ലിഉമൂമി ഖൗലിഹി തആല വഅൻ ലൈസ ലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ. ഈ ഹദീസിൽ, ഈ അധ്യായത്തിൽ, ഈ ഹദീസിൽ ചില പാഠങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് പാഠം? ജവാസു സദഖത്തി അനിൽ മയ്യിതി വഅന്ന ദാലിക യൻഫഉഹു. മയ്യിത്തിന്റെ പേരിൽ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന സദഖ, ദാനധർമ്മങ്ങൾ എന്തായിക്കൊള്ളട്ടെ അതൊക്കെ അനുവദനീയമാണ്, ജായിസാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. മനസ്സിലായില്ലേ? മാത്രമല്ല വഅന്ന ദാലിക യൻഫഉഹു, അത് മരിച്ചവർക്ക് ഉപകാരം ചെയ്യും. ഇമാം നവവി തങ്ങളും പറഞ്ഞു, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളും പറയുന്നു. മനസ്സിലായില്ലേ? ബിവുസൂലി സവാബി സ്വദഖത്തി ഇലൈഹി, മരിച്ചവർക്ക് സവാബെത്തും, പ്രതിഫലമെത്തും. മരിച്ചവർക്ക് വേണ്ടി ചെയ്താൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ ഉസ്താദുമാരാകട്ടെ ആരായിക്കൊള്ളട്ടെ സവാബെത്തും എന്നതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഖുർആനായിട്ട് തന്നെ തെളിവാക്കി പിടിക്കുന്നു. വഅൻ ലൈസ ലിൽ ഇൻസാൻ ഇല്ലാ മാ സഅ. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് മക്കളൊക്കെ ചെയ്യുന്നത് മനസ്സിലായി. വലാ സിയമ ഇൻ കാന മിനൽ വലദി, മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി മകൻ ചെയ്യുന്നതും മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി മക്കൾ ചെയ്യുന്നതൊക്കെ ഏതായാലും എത്തും, അതിൽ സംശയമില്ല. വഹുവ മുഖസ്സസും ബിൽഉമൂമി ഖൗലിഹി തആല വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ഹദീസ് കൊണ്ടുവന്നിട്ട് തെളിവ് പിടിക്കുന്നു. മരിച്ചുപോയ മയ്യത്തിന്റെ അതേ മരിച്ചുപോയവരുടെ പ്രവൃത്തിയാണല്ലോ മക്കള്. അപ്പോൾ മക്കൾ ചെയ്യുന്നത് ഏതായാലും മരിച്ചവർക്ക് എത്തും. നിശ്ചയല്ലേ? അപ്പോൾ പ്രമാണങ്ങൾ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രമാണങ്ങൾ നമ്മളെ വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഫത്താവുൽ ഖുബ്രയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഈ വിഷയങ്ങൾ തന്നെ വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവയോട് ചോദിച്ചിട്ടുണ്ട്, വഇൻ ഖുൽത ലിമ ഖുർറ ലിത്ആം 7 അയ്യാം ദൂനൽ തൽഖീൻ ഖുൽതു ലിഅന്ന മസ്ലഹത ലിത്ആമി മുതഅദ്ദിയത്തുൻ വഫായിദതുഹു ലിൽമയ്യിത്തി അലാ ഇത് തആമഅനിൽ മയ്യിത്തി സദഖത്തുൻ വഹിയ തുസന്നു അൻഹു ഇജ്മാഅൻ. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് തൽക്കീൻ എന്തുകൊണ്ട് ആവർത്തിക്കുന്നില്ല? പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. 7ാമത്തെ ദിവസവും 7 അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടാടാറുണ്ടല്ലോ, 7, 11 അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുന്നു അങ്ങനെ ചെയ്യാം, അത് സുന്നത്താണ്. വഹിയ തുസന്നു അൻഹു ഇജ്മാഅൻ, അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാകും. ഇതൊക്കെ സ്വഹാബിമാരുടെയും നബിമാരുടെയും മഹാന്മാരുടെയും കാലങ്ങളോടുകൂടി വന്ന സംഭവങ്ങളാണ്. സ്വഹാബികളുടെ തെളിവതിനുണ്ട്. ചെയ്യാത്ത സ്വഹാബികൾ ഇല്ലായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട
ഇമാമുന ത്വാഊസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു അസറുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതനായ ബഹുമാനപ്പെട്ട അൽ ഹാവിലിൽ ഫത്താവയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജലാലുദ്ദീനിക്ക് തഫ്സീർ എഴുതിയ മഹാനുണ്ടല്ലോ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഖാല ത്വാഊസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മൗതാ യുഫ്തിനൂന ഫീ ഖുബൂരിഹിം സബ്അ, മരിച്ച ആളുകൾ ഖബറിൽ 7 ദിവസം പ്രത്യേകമായിട്ട് ശിക്ഷ, ഒരു ഫിത്ന ഉണ്ടാവും ഖബറിൽ പ്രത്യേകമായിട്ട്. ഇന്നൽ മൗതാ യുഫ്തിനൂന ഫീ ഖുബൂരിഹിം സബ്അ, അതുകൊണ്ട് ഫകാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം. സ്വഹാബികളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബിമാര്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച സ്വഹാബികളുടെ പതിവെന്തായിരുന്നു? ഫകാനൂ യസ്തഹിബ്ബൂൻ, അവർക്ക് ഇഷ്ടമായിരുന്നു, അവർ ഇഷ്ടമാക്കി കണക്കാക്കി വച്ചിരുന്നു അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം, പ്രത്യേകമായ ആ ദിവസങ്ങളിൽ 7, 11, 40 അങ്ങനെയുള്ള ചില കണക്കനുസരിച്ചുള്ള ദിവസങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ, മരിച്ചവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ സ്വഹാബികളുടെ പതിവായിരുന്നു എന്ന് താബിഈങ്ങളിൽ വലിയ മഹാനായ ഇമാം ത്വാഊസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിൽ ഫത്താവയിൽ ഇത് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാവരും ഇത് പറയുന്നുണ്ട്. ഇത് അൽ ഹാഫിള് അബൂ നുഐം റളിയല്ലാഹു അൻഹുവും ഹില്യത്തുൽ ഔലിയായിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ആശയം തന്നെ, ഇതേപോലത്തെ പല ആശയങ്ങളും ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അതും വലിയൊരു താബിഈ പണ്ഡിതനാണ്, ഇബ്നു ജുറൈർ റളിയല്ലാഹു അൻഹു മുസന്നഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിള് സൈനുദ്ദീൻ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു തൊട്ട് അഹ്വാലുൽ ഖുബൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ത്വാഊസ് റളിയല്ലാഹു അൻഹു ആരാണ്? 70ഓളം സ്വഹാബിമാരെ നേരിൽ കണ്ട മഹാനാണ് ഇമാമുന ത്വാഊസ് റളിയല്ലാഹു അൻഹു. 70ഓളം സ്വഹാബിമാർ. ഇതൊക്കെ എതിർക്കുന്ന ആളുകൾ ഒരു സഹാബിനെ പോലും നേരിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച 70ഓളം സ്വഹാബിമാരെ നേരിട്ട് കണ്ട് ദീൻ പഠിച്ച മഹാനാണ് ഇമാം ത്വാഊസ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ പറയുകയാണ്, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായ ദിവസങ്ങൾ കണക്കാക്കിയിട്ട് ഫുഡ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അത് നമ്മുടെ പതിവ്, നമ്മൾ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഫകാനു യുസ്തഹിബ്ബൂൻ, സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു. സ്വഹാബികളുടെ പതിവ് അങ്ങനെയായിരുന്നു, സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് മക്കത്തും മദീനത്തും സ്വഹാബിമാരും ഇമാമിങ്ങളും ചെയ്ത പരിപാടിയാണ്. അൽ ഹാവിയിൽ തന്നെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന സുന്നത്ത തുആം 7 അയ്യാം ബലഗനി അന്നഹാ മുസ്തമിറത്തുൻ ഇലൽ ആൻ ബിമക്കത വൽ മദീന. മക്കയിലും മദീനയിലും അന്നു മുതൽ ഇന്ന് വരെ മുറിയാതെ തുടർന്നു പോകുന്ന പരിപാടിയാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. സ്വഹാബിമാരുടെ കാലം മുതൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും തുടർന്നു പോകുന്ന പരിപാടിയാണ് എന്ത്? മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അല്ലാഹു അന്നഹാ ലം തുത്രക് മിൻ അഹ്ദി സ്വഹാബത്തി ഇലൽ ആൻ വഅന്നഹും അഖദൂഹാ ഖലഫൻ അൻ സലഫിൻ ഇല സദ്രിൽ അവ്വൽ. ഒന്നാമത്തെ ആ നൂറ്റാണ്ട് മുതൽ ഒരാളും ഖലഫും സലഫുമായ ഒരു മഹാൻ പോലും ഉപേക്ഷിച്ചിട്ടില്ല. സ്വഹാബികളിൽ നിന്ന് വരെ തുടർന്നു പോകുന്ന പരിപാടിയാണ് മക്കയിലും മദീനയിൽ പോലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, പ്രത്യേകമായ ദിവസങ്ങൾ കണക്കാക്കിയിട്ട്. മനസ്സിലായില്ലേ? അതങ്ങനെ ഒരിക്കൽ പോലും മുറിഞ്ഞു പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അന്നഹാ ലം തുത്രക് അൻ അഹ്ദി സ്വഹാബത്തി ഇലൽ ആൻ, സ്വഹാബികളുടെ കാലം മുതൽ ഈ നൂറ്റാണ്ട് വരെ, ഈ സുയൂത്തിമാമിന്റെ കാലം മുതൽ നബിതങ്ങളുടെ കാലം വരെ ഒരാൾ പോലും മുറിയാതെ ചെയ്തു പോകുന്ന പരിപാടിയാണിത്. നമ്മുടെ കാലത്ത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ചെറിയൊരു വിവരണമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. വളരെ കൃത്യമാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാം, അവർക്ക് വേണ്ടി 3, 11, 40 തുടങ്ങിയ ചില ദിവസങ്ങൾ കണക്കാക്കി, പ്രത്യേകമായ ദിവസങ്ങൾ കണക്കാക്കുന്നതിന് അടിസ്ഥാനമുണ്ട്. സ്വഹാബികളുടെ മാതൃകയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രമാണങ്ങളെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറും ബറക്കത്തും അധികരിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങളും നീക്കി നല്ല ഖൈർ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമ്മുടെ നാടിനെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.